Hey everyone, welcome back to yet another episode. അപ്പോൾ ഇന്ന് ഓഫ് കോഴ്സ് നിങ്ങൾക്കറിയാം ഞാൻ പാർട്ട് 1 ഓൾറെഡി ദ എൻ്റെ യൂട്യൂബ് ജേർണിയുടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആൻഡ് ദിസ് ഈസ് പാർട്ട് 2. എൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ അറിയാം പനിയാണ്, അതുകൊണ്ട് തന്നെ സൗണ്ട് കുറച്ച് പോയിട്ടുണ്ട്. ഇന്ന് ആക്ച്വലി ഞാൻ ഈ വീഡിയോ കംപ്ലീറ്റ് ചെയ്യേണ്ടതല്ല, പക്ഷെ നമ്മൾ ഒരു പാർട്ട് 1 ഓൾറെഡി ഇട്ടിട്ടുള്ളത് കൊണ്ടും നമ്മൾ ഇപ്പോൾ യൂട്യൂബ് വീഡിയോസ് ഇടാൻ പ്രത്യേകം നമ്മൾ ഡേറ്റ് സ്കെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഐ ടോക്ക് അബൌട്ട് ദാറ്റ് ലേറ്റർ. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് എങ്ങനെയെങ്കിലുമൊക്കെ പനിയായിട്ടും ഇരുന്ന് ഈ വീഡിയോ എടുക്കുന്നത്. അത് ജസ്റ്റ് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളതുകൊണ്ട് കണ്ടിട്ടുണ്ട്. പിന്നെ ഇന്ന് വരെ ആരും ഞാൻ പറഞ്ഞ് കേട്ടിട്ടില്ല യൂട്യൂബിൽ ഒരു സംഗതി, പക്ഷെ അതെനിക്ക് പല തവണയായിട്ട് ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയിട്ടുമുണ്ട്. ഇത് ശരിക്കും എന്താ എൻ്റെന് മാത്രമാണോ എന്നുള്ളത് ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ഇതിൽ സംസാരിച്ചത് ഫാമിലി സപ്പോർട്ടും എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ ഉള്ളതാണ്. ആരാണ് എന്നെ പുഷ് ചെയ്ത് എന്നുള്ള ഒക്കെ നമ്മൾ സംസാരിച്ചു. ആൻഡ് ഇതിൽ ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ കോണ്ടൻറ് ക്രിയേഷൻ എളുപ്പമായിരുന്നോ അല്ലെങ്കിൽ യൂട്യൂബ് എളുപ്പമാണോ എന്നുള്ള ഒരു സംഗതിയാണ്. ഇത് മെയിൻ പറയുമ്പോൾ ഒരു സൈഡ് അതായത് ഒരു സൈഡായിട്ട് ചെയ്യാനാണ് എങ്കിൽ അണ്ടിൽ മോണിറ്റൈസേഷൻ ആകുന്നത് വരെ അതൊരു പാടായിട്ടുള്ള കാര്യമാണ്. കാരണം നേരത്തെ ഇപ്പോൾ ഒരു ഇൻസ്റ്റഗ്രാമോ അല്ലെങ്കിൽ വേറെ എന്തോത്തിലും നല്ല ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ മേ ബി യൂട്യൂബ് എളുപ്പം തന്നെ ക്ലിക്ക് ആവാനും മോണിറ്റൈസ്ഡ് ആവാനും സാധിക്കും. അതല്ല എങ്കിൽ യൂട്യൂബിന് അതിൻ്റേതായ ടൈം എടുക്കും നമുക്ക് മോണിറ്റൈസേഷൻ ആയിട്ട് കിട്ടാൻ. കാരണം ആസ് എവറി വൺ നോസ് രണ്ട് ഇതാണ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഒന്ന് 1000 സബ്സ്ക്രൈബേഴ്സും പിന്നൊന്ന് 4000 വാച്ച് അവേഴ്സും. ഇത് രണ്ടും ക്ലിയർ ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് മോണിറ്റൈസേഷൻ ആവുന്നതും പിന്നീടുള്ള വീഡിയോസ് ഇടുമ്പോൾ നമുക്ക് അതിൽ നിന്നൊരു ഇൻകം കിട്ടുന്നതും. അപ്പോൾ എൻ്റെ കേസിൽ മോണിറ്റൈസേഷൻ ആയിട്ടുണ്ടോ എന്നുള്ളത് ഞാൻ ലാസ്റ്റ് പറയാം. അപ്പോൾ ഇതാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഒരു മാസം കൊണ്ടോ അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ടോ വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ ഒരു ലോട്ട്സ് ഓഫ് ഫോളോവേഴ്സ് ഇൻ ഇൻസ്റ്റഗ്രാം ഓർ ടിക്ടോക്ക് അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ക്ലിക്ക് ആയിട്ട് ഈ ഒരു 1000 സബ്സ്ക്രൈബേഴ്സും 4000 വാച്ച് അവേഴ്സും നമുക്ക് കിട്ടില്ല. അല്ലെങ്കിൽ ചില കേസസ് ഏതെങ്കിലും ഒരു വീഡിയോ നന്നായിട്ട് വൈറലായി കഴിഞ്ഞാൽ മേ ബി ഒരു 10 lakh അല്ലെങ്കിൽ ഒരു 1 lakh ഒക്കെ വ്യൂസ് ഒക്കെ പോയി കഴിഞ്ഞ് അത്രയും സബ്സ്ക്രൈബേഴ്സും മോണിറ്റൈസേഷനും അത്രയും സബ്സ്ക്രൈബേഴ്സും വാച്ച് അവേഴ്സും കിട്ടിയാൽ മേ ബി നമുക്ക് ഒരു മാസം കൊണ്ടൊക്കെ ചിലപ്പോൾ മോണിറ്റൈസ് ആയിട്ട് കിട്ടും. അതൊക്കെ ആ ഒരു ലക്കിലിരിക്കും. പിന്നെ നല്ല എളുപ്പമൊന്നും അല്ല യൂട്യൂബിൽ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് അതൊന്ന് മോണിറ്റൈസേഷൻ ആക്കി എടുക്കാൻ എന്ന് പറയുന്നത്. ചിലർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഇതെന്താ പെട്ടെന്ന് ഇടുക കിട്ടുക, അങ്ങനെ ഒരു സംഭവമേ അല്ല. അത് ഇതിലേക്ക് നമ്മൾ ഇറങ്ങി കഴിയുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുന്നത്. ഒന്നാമത്തേത് വേണ്ടത് നമുക്ക് ഇടാനുള്ള കോണ്ടന്റുകൾ തപ്പിയെടുക്കുക, അല്ലെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളത് ഈസി അല്ല. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അത് ഇട്ടാൽ തന്നെ നമ്മൾ വിചാരിക്കുന്ന പോലെ വ്യൂസ് അതിന് കയറണമെന്നില്ല. വിച്ച് മീൻസ് നമുക്കൊരു 10-15 വീഡിയോസ് ഇട്ട് കഴിയുമ്പോൾ ഈ വ്യൂസ് കയറാതാവുമ്പോൾ നമുക്ക് തന്നെ മടുക്കാം, അല്ലെങ്കിൽ നമുക്ക് തന്നെ വിഷമം വന്ന് സ്ട്രഗിൾ ചെയ്തിട്ട് സ്റ്റോപ്പ് ചെയ്ത് പോകുന്നവരും ഉണ്ട്. അതാണ് വേറെ ഒരു പോയിന്റ്. പിന്നെന്ന് പറയുമ്പോൾ നമുക്ക് അത്രയും ഫോളോവേഴ്സ് കിട്ടണമെന്നില്ല. എൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ ഇതിപ്പോൾ 2+ years ആയി ഞാൻ യൂട്യൂബിൽ വീഡിയോസ് ഇട്ട് തുടങ്ങി, അല്ലെങ്കിൽ ഞാൻ യൂട്യൂബിൽ കയറിയിട്ട്. പക്ഷേ ഞാൻ കണ്ടിന്യൂസ് ആയിരുന്നില്ല. ഞാൻ ഈ ഒരു 2 years ഒരു പോയിന്റ് ഓഫ് ടൈമിൽ വരും, ഭയങ്കരമായിട്ട് കണ്ടിന്യൂസ് വീഡിയോ ഇടും, പിന്നെയും കുറച്ച് ഒരു മാസം അല്ലെങ്കിൽ 2 മാസത്തേക്ക് വീഡിയോസ് ഇടത്തില്ല, പിന്നെയും വരും, പിന്നെയും കുറച്ച് വീഡിയോസ് ഇടും. അങ്ങനെ ആയിരുന്നു എൻ്റെ ഒരു ശീലം. കാരണം ഒന്ന് പറയുമ്പോൾ വേറെ ജോലിയുടെ ഇടയ്ക്ക് എനിക്കൊരു കോണ്ടന്റ് എടുത്ത് അത് എഡിറ്റ് ചെയ്യാനുള്ള ഒരു സമയം കിട്ടാറില്ല. അതിന് ഞാനൊരു പർട്ടിക്കുലർ സമയം കണ്ടു വെക്കാറും ഉണ്ടായിരുന്നില്ല. അതങ്ങനെ ചെയ്യുന്നവർ ഒരുപാട് പേരുണ്ട്. ഒരു ലോങ് സ്കെഡ്യൂൾഡ് ജോബ് ചെയ്തിട്ട് അതിലൂടെ ടൈം കണ്ടെത്തി വീഡിയോസ് എടുത്ത് അത് എഡിറ്റ് ചെയ്ത് യൂട്യൂബിൽ ഇടുന്ന ഒരുപാട് കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ട്. പക്ഷെ എൻ്റെ കേസിൽ ഞാൻ അങ്ങനെ ചെയ്യുന്ന ഒരാളായിരുന്നില്ല ഒരു പോയിന്റ് ഓഫ് ടൈം വരെ. അതുകൊണ്ട് തന്നെയാണ് വ്യൂസും സബ്സ്ക്രൈബേഴ്സും ഇത്രയും നാളായിട്ടും എനിക്ക് അത്രയും വരാഞ്ഞത്. കാരണം ചില ടൈം കണ്ടിന്യൂസ് ആയിട്ടിടും, ചില ടൈമിൽ ലോങ് വീഡിയോസ് ഇടാത്ത മാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ലോങ് വീഡിയോസും ഷോർട്ട് വീഡിയോസും ഇടാത്ത മാസങ്ങൾ, ഒരു 6 months ഏതോ ഒരു ടൈമിൽ ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ടേ ഇല്ല. കാരണം
അപ്പം അങ്ങനെയൊക്കെ നമ്മൾ നോക്കാതിരിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള റീച്ച് താഴേക്ക് കുറയുകയും ചെയ്യും. അത് വേറൊരു പോയിന്റ്. പിന്നത്തെ കാര്യം പറയുമ്പോൾ നമ്മൾ കോണ്ടന്റ് എപ്പോഴും ഞാൻ യൂഷ്വലി ചെയ്യുന്നത് ഒരു ബുക്കിൽ എഴുതി വെക്കും. എന്നിട്ട് ഒരു പ്രീ പ്ലാൻ ചെയ്യും. ഓക്കെ, ഈ വീക്കിൽ ഇത് ഇത്രയും ചെയ്യാം, അല്ലെങ്കിൽ ഈ ഒരു വീക്കിൽ ഇത് ചെയ്യാം, അല്ലെങ്കിൽ ഷോർട്സ് ഇങ്ങനെ ഇത് ചെയ്യാം എന്നുള്ള രീതിയിൽ ഞാൻ എഴുതി വെച്ചിട്ടാണ് പൊതുവെ ചെയ്യുന്നത്. അങ്ങനെ നോട്ട് ഡൗൺ ചെയ്ത് വെക്കുന്നത് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആണ്. പിന്നെ എന്തൊക്കെ സാധനം, പിന്നെ ഞാൻ ഈ മൈക്കൊക്കെ പിന്നീട് മേടിച്ചതാണ്. ഫസ്റ്റ് തുടങ്ങിയപ്പോൾ മൈക്കോ അല്ലെങ്കിൽ വലിയ ട്രൈപോഡൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീടാണ് വലിയ ട്രൈപോഡും മൈക്കും ചെറിയ ട്രൈപോഡും ഒക്കെ മേടിച്ചത്. ഓക്കെ, ഇപ്പൊ ഒക്കെ നമ്മൾ പറഞ്ഞ സ്ട്രഗിൾസ് ആണ്. അപ്പൊ ഇനി എന്താണ് ചെയ്യേണ്ടത് യൂട്യൂബ് മോണിറ്റൈസേഷൻ അല്ലെങ്കിൽ എല്ലാം ആയി കിട്ടാൻ എന്നുള്ള ക്വസ്റ്റ്യനും വേണ്ടത് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടുക, അല്ലെങ്കിൽ കോണ്ടന്റ് കണ്ടെത്തി അത് കണ്ടിന്യൂസ് ആയിട്ട് ഇടുക എന്നുള്ള ഒറ്റ ഫാക്ടറാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത്. കൺസിസ്റ്റന്റ് ആയിരിക്കുക എന്നുള്ള ഒരു ഫാക്ടറാണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. രണ്ടാമത്തെന്ന് പറയുമ്പോൾ വാച്ച് അവേഴ്സ് അല്ലെങ്കിൽ രണ്ടാമത്തെന്ന് പറയുമ്പോൾ നമ്മുടെ വ്യൂസ് നമ്മൾ വിചാരിക്കുന്നതിൻ്റെ അത്രയും കൂടണമെന്നില്ല. ചിലതിൽ നമ്മൾ ഒട്ടും വിചാരിക്കാത്തതിൻ്റെ അത്രയും കൂടും. ഞാൻ തീരെ വിചാരിക്കാത്ത എൻ്റെ ഒരു വീഡിയോ, ഒരു ഷോർട്ട് 1 മില്യൺ വ്യൂസ് ആയിട്ടുണ്ട്. ഞാൻ തീരെ പ്രതീക്ഷിച്ചിട്ടേ ഇല്ല ആ ഒരു വീഡിയോ ഇത്രയും കയറി പോകുന്നത്. അത് ഇപ്പോഴും ആ ഒരു ഷോർട്സിന് വ്യൂസ് വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. 1 മില്യൺ കഴിഞ്ഞ ആ വ്യൂസ്. അപ്പോൾ നമ്മൾ വിചാരിക്കാത്ത വീഡിയോസ് ആയിരിക്കും പോപ്പപ്പ് ചെയ്ത് പെട്ടെന്ന് തന്നെ എന്ത് ആവുന്നത്, വ്യൂസ് കൂടുന്നത്. നമ്മുടെ ഒരു ഇൻപുട്ട് കൊടുത്തിട്ട് നമ്മൾ എടുക്കുന്ന ചില വീഡിയോസിന് ഈ പറയുന്ന പോലെ നമ്മൾ പ്രതീക്ഷിക്കും ഇതിന് നല്ല വ്യൂസ് കൂടുമെന്ന് പ്രതീക്ഷിക്കും, പക്ഷെ അങ്ങനെ വ്യൂസ് വരാതെയും ഇരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പെട്ടെന്ന് ഇത് നിർത്തുക എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലോട്ടൊന്നും വരാതിരിക്കുക എന്നുള്ളതാണ് മെയിൻ കാര്യം. ആൻഡ് ഇതിത്രയാണ് ഞാൻ പഠിച്ചത്. എനിക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് ഇടുന്ന സമയത്ത് കൺസിസ്റ്റന്റ് ആയിട്ട് വ്യൂസ് കൂടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഇന്ന് വരെ ആരും ഞാൻ പറഞ്ഞ് കേട്ടിട്ടില്ല യൂട്യൂബിൽ ഒരു സംഗതി, പക്ഷെ അതെനിക്ക് പല തവണയായിട്ട് ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയിട്ടുമുണ്ട്. ഇത് ശരിക്കും എന്തേലും മാത്രമാണോ എന്നുള്ളത് ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ട്. പക്ഷെ ഇത് ആരും തന്നെ പറയുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുമില്ല. അതായത് നമ്മളിപ്പം കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടുകയാണെന്ന് വിചാരിച്ചോ, വീഡിയോസ് ഇട്ട് 1 മാസം 2 മാസം ഒക്കെ കഴിഞ്ഞ് സ്റ്റുഡിയോയിൽ കയറുമ്പോൾ നമുക്ക് വാച്ച് അവർ ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. ഒരു ലൈൻ ഉണ്ട്, അതിൽ 4000 വാച്ച് അവർ എൻഡിൽ ഉണ്ടാവും. ഇപ്പുറത്തെ സൈഡിൽ, അതായത് ഇങ്ങനൊരു ലൈനാണ്, ഈ സൈഡിൽ എത്ര ഉണ്ടെന്ന് ഇങ്ങനെ ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കും. 47,000 2,000 എന്നുള്ള വാച്ച് അവർ. ഈ സൈഡിലാണെങ്കിൽ അത് 4,000 എന്നുള്ള എൻഡും കാണും. അപ്പോൾ നമ്മളൊരു ഒരു വർഷമല്ല, ഒരു 2-3 മാസം കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടിട്ട് പിന്നെ ഒരു 2 മാസം നമ്മൾ ഇടാതിരുന്നാൽ ഈ വാച്ച് അവർ കുറയും. ഞാൻ എൻ്റെ ഇതിൽ പലവട്ടം ശ്രദ്ധിച്ചിട്ട് ഞാൻ പല ആൾക്കാർ ഇതിനെപ്പറ്റി സംസാരിക്കുന്നു എന്ന് യൂട്യൂബിൽ നോക്കിയിട്ടുണ്ട്. ഇന്ന് വരെ ആരും അതിനെപ്പറ്റി സംസാരിച്ച് കണ്ടിട്ടില്ല ഞാൻ. അപ്പം നമ്മളപ്പോൾ കൺസിസ്റ്റൻസി കുറയുന്നതിനനുസരിച്ച് നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന വാച്ച് അവർ അത് ഡിഗ്രീസ് ആവുകയും ചെയ്യും. കാരണം 365 ഡേയ്സിലാണ് നമുക്ക് ഈ 4000 വാച്ച് അവർ വേണ്ടത്. മേ ബി അതുകൊണ്ടായിരിക്കാം ഇതിങ്ങനെ ഡിഗ്രീസ് ആവും. അപ്പോൾ നമ്മൾ ആ കൺസിസ്റ്റന്റ് ആയിട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ എൻ്റെ കേസിൽ വരുമ്പോൾ എനിക്ക് ഫസ്റ്റ് വരേണ്ടത് 1000 സബ്സ്ക്രൈബേഴ്സ് എന്നുള്ളത് ഞാൻ ക്രോസ് ചെയ്ത് കഴിഞ്ഞു. അത് ഞാൻ നല്ല ടൈം എടുത്തിട്ടാണ് ഈ ഒരു 1000 സബ്സ്ക്രൈബേഴ്സ് എന്നുള്ളത് ക്രോസ് ചെയ്തത്. കാരണം ഞാൻ കൺസിസ്റ്റന്റ് ആയിരുന്നില്ല. ചില കേസിൽ ചിലപ്പം നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടിട്ടുണ്ട്. ചില പോയിന്റ്സിൽ ചില ജോബ് ചെയ്യുന്ന സമയത്ത് എനിക്ക് അതും ഇതുമായിട്ട് കൊണ്ടുപോകാൻ പറ്റാതെ ഇടാതിരുന്നിട്ടുണ്ട്. കാരണം നമുക്കൊരു പർട്ടിക്കുലർ കോണ്ടന്റ് വേണം. ആ ടൈമിൽ ഞാൻ ഡെയിലി വ്ളോഗ്സ് ഒന്നും വലുതായിട്ട് അപ്ലോഡ് ചെയ്യാറില്ലായിരുന്നു. അപ്പം വേണ്ട രീതിയിലുള്ള കണ്ടന്റ് കിട്ടാത്തതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യും, ആ സമയത്ത് പോസ്റ്റ് ചെയ്യാതിരുന്നിട്ടുണ്ട്. അങ്ങനെ 1000 സബ്സ്ക്രൈബേഴ്സ് ഞാൻ നല്ല ടൈം എടുത്തിട്ടാണ് 1000 സബ്സ്ക്രൈബേഴ്സ് ക്രോസ് ചെയ്തത്. പിന്നെ രണ്ടാമത്തെന്ന് പറയുമ്പോൾ 4000 വാച്ച് അവേഴ്സിൻ്റെ അത് എനിക്കിപ്പോഴും കംപ്ലീറ്റ് ആയിട്ടില്ല. ഞാൻ 4000 വാച്ച് അവറിൽ അടുത്ത് എത്തുന്നതേ ഉള്ളൂ. വിച്ച് മീൻസ് എൻ്റെ സ്റ്റിൽ മോണിറ്റൈസ്ഡ് ആയിട്ടില്ല. അപ്പോൾ മോണിറ്റൈസ്ഡ് ആവാത്തത് കൊണ്ട് തന്നെ എനിക്ക് അതിൽ നിന്ന് ഒരു ഇൻകം കിട്ടി തുടങ്ങിയിട്ടില്ല. സോ 4000 വാച്ച് അവറിൻ്റെ അടുത്ത് എത്തുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ വീണ്ടും അതിങ്ങനെ ടൈം ഇട്ട് വെച്ചേക്കാതെ, ലൈക്ക് പിന്നീടാവട്ടെ എന്ന് വെച്ചേക്കാതെ ആസ് സൂൺ ആസ് അതിനു വേണ്ടി ഒരു തീരുമാനം പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നല്ലത്. എല്ലാം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇറ്റ്സ് നോട്ട് ഈസി ടു ക്രാക്ക് ദ മോണിറ്റൈസേഷൻ. അത് ഇപ്പം
ഒരുപാട് യൂട്യൂബേഴ്സ് വരുന്നുണ്ട് അല്ലെങ്കിൽ ഒരുപാട് പേര് വീഡിയോ ഇടുന്ന ദാറ്റ് ഡസൻ മീൻ ദാറ്റ് യൂട്യൂബ് ഈസ് എൻ വെരി ഈസി പ്ലാറ്റ്ഫോം. ഒരിക്കലും ഒരു ഈസി പ്ലാറ്റ്ഫോം അല്ല. അതിൽ പെട്ടെന്ന് തന്നെ ഒരു മോണിറ്റൈസേഷൻ ആവാനും പാടാണ്. സോ വിച്ച് മീൻസ് ഏതൊരു ജോലി പോലെയും ഇതിലും അത്യാവശ്യം നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്ത് വീഡിയോസ് ഇട്ട് അതിനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇട്ടാൽ മാത്രമാണ് നമുക്ക് മോണിറ്റൈസേഷൻ ആയിട്ട് അതിൽ നിന്നൊരു ഇൻകം കിട്ടുകയുള്ളൂ. So if you are someone who loves to create content, ഡെഫിനറ്റ്ലി ഇതൊരു നല്ല പ്ലാറ്റ്ഫോമാണ്. നിങ്ങൾക്ക് എന്താ വീഡിയോസ് ഇടാനും വളരാനും ഒക്കെ. അതല്ല നിങ്ങൾക്ക് കോണ്ടന്റ് ക്രിയേഷൻ വലിയ താല്പര്യമില്ലാത്ത ഒരാളാണ് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യണം എന്നുണ്ട് എങ്കിൽ ഇതിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം നമുക്ക് കോണ്ടന്റ് ക്രിയേഷൻ താല്പര്യം ഉണ്ടെങ്കിൽ പോലും ചില സമയത്ത് നമുക്ക് ഇത്രയും റിസൾട്ട് ചിലപ്പോൾ ഭയങ്കര കുറവായിട്ടായിരിക്കും കിട്ടുന്നത്. ആ ഒരു റിസൾട്ട് കുറവായിട്ട് കിട്ടുമ്പോൾ ഭയങ്കരമായിട്ട് നമുക്ക് വിഷമം വരും. സോ അതൊക്കെ നമ്മൾ ബാലൻസ് ചെയ്തിട്ട് സ്റ്റോപ്പ് ചെയ്യാതെ പോവുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു ചെയ്യേണ്ട ഒരു കാര്യം. Someone who wants to start a YouTube, go for it. Start your YouTube right now and create videos that you love. Post ചെയ്തോണ്ടേ ഇരിക്കുക. ചിലപ്പോൾ റിസൾട്ട് പെട്ടെന്ന് കിട്ടും, ചിലപ്പോൾ റിസൾട്ട് കുറച്ച് ലേറ്റ് ആയിട്ടായിരിക്കും കിട്ടുന്നത്. ഈവൻ what you are doing what you like or what you love. So അത് അങ്ങനെ കണ്ടിന്യൂ ചെയ്യുക. And at a point of time your hard work will pays off. കാരണം ഞാൻ തന്നെ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് 2 years ആയിട്ട് ആൻഡ് ഐ ആം ഓൺ മൈ വേ ഫോർ മോണിറ്റൈസേഷൻ. ഇനിയും കുറച്ചുകൂടെ കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് മോണിറ്റൈസേഷൻ ആവത്തുള്ളൂ. ഇഫ് ഐ സ്റ്റോപ്ഡ് ഇറ്റ് അറ്റ് സം പോയിന്റ് there will not be nothing will be happening on that. So that's it. I hope ഞാൻ എല്ലാം ക്ലിയർ ചെയ്തു എന്ന്. ദാറ്റ്സ് ഇറ്റ്. ഐ ഹോപ്പ് ഞാൻ ഒരുവിധം എല്ലാം കവർ ചെയ്തിട്ടുണ്ടെന്നാണ്. ഓൾമോസ്റ്റ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ ഈ ഒരു 2 വീഡിയോസിലായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എനിക്ക് എന്തൊക്കെയാണ് യൂട്യൂബ് ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ട് തോന്നിയതും മോണിറ്റൈസേഷൻ ഈസി ആയിരുന്നു എന്നുള്ളതും കോണ്ടന്റ് എങ്ങനെ ഇടണം എന്നുള്ളതും കൺസിസ്റ്റൻസി എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളതും ഒക്കെ എല്ലാം എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ ഗോ ത്രൂ ചെയ്ത എക്സ്പീരിയൻസ് ആണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഓൾമോസ്റ്റ് ഞാൻ എല്ലാം കവർ ചെയ്തു എന്നാണ് എൻ്റെ വിശ്വാസം. ഇനിയും വേറെ വീഡിയോസ് ആയിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ചിലപ്പോൾ അത് വ്ളോഗ്സ് ഉണ്ടാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും മേക്കപ്പ് വീഡിയോസ് ആവാം, അല്ലെങ്കിൽ ഹോൾസ് ആയിരിക്കാം. വാട്ട് എവർ ഇറ്റ് ഈസ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. സോ ഡോണ്ട് ഫോർഗെറ്റ് ടു വാച്ച് ദാറ്റ് ആൻഡ് പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് ക്ലിക്ക് ദ ബെൽ ബട്ടൺ സോ ദാറ്റ് ഞാൻ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് മിസ്സാവത്തില്ല. ആൻഡ് കുറേ ആൻഡ് പറയുന്നുണ്ട്. That's it. I hope you like this video. If you like this video, please do like, share, comment and subscribe. See you on my next video.